കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു 50% സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി മാറ്റിവെക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ അതിന് പിന്നാലെ കോൺഗ്രസിന്റെ ഒരു നിലപാടായിട്ട് പുറത്തു വന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത് വീണ്ടും കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച അല്ലെങ്കിൽ മുഖം പരിചിതമുള്ള വിജയസാധ്യത ഉറപ്പുള്ള MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അതിനപ്പുറത്തേക്ക് പല പ്രായം ചെന്ന നേതാക്കന്മാരും 70-80 വയസ്സുള്ള നേതാക്കന്മാർ വീണ്ടും മത്സരിക്കാനും മന്ത്രിക്കുപ്പായം അണിയാനുമുള്ള തയ്യാറെടുപ്പിൽ വസ്ത്രമൊക്കെ തേച്ച് മിനുക്കിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വി.ഡി. സതീശനും കോൺഗ്രസും രണ്ട് ദിശയിലേക്ക് നീങ്ങുന്നതായിട്ടാണോ കാണുന്നത്? ഇത് കോൺഗ്രസിനകത്തൊരു പൊതു സ്വഭാവമാണ്. അവർ പല ദിശകളിലേക്ക് നീങ്ങും, രണ്ട് ദിശ മാത്രമല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് വി.ഡി. സതീശൻ പറഞ്ഞതിനകത്ത് 50% യുവാക്കൾക്കും സ്ത്രീകൾക്കും കൊടുക്കുമെന്നുള്ള പറഞ്ഞു. അതെ, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു അവ്യക്തമായ പ്രസ്താവനയാണ് സതീശൻ നടത്തിയത്. അതായത് മൊത്തത്തിൽ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതിനോട് അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ യുവാക്കൾ എന്നുള്ള സ്ഥാനം ഇപ്പം വി.ഡി. സതീശനെ പോലും ഈ കഴിഞ്ഞൊരു ചർച്ചയിൽ ആരോ ഒരു യുവ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് വി.ഡി. സതീശനെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 65-70 വയസ്സ് വരെയൊക്കെയാണ് അത്ര യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് വി.ഡി. സതീശൻ 60 കഴിഞ്ഞു. 60 കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം യുവാവായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ യുവാക്കൾക്ക് നല്ല രീതിയിൽ 50% കൂടുതൽ പ്രാതിനിധ്യം കോൺഗ്രസിൽ സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏകദേശം ഒരു 50%-ഓളം യുവാക്കൾക്ക്, ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് ഒരു പക്ഷേ കേരള നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അവസരം കൊടുത്ത ഒരു പിന്നെ മുമ്പുള്ള കൃത്യമായ കണക്ക് എനിക്ക് അറിയില്ലെങ്കിൽ പോലും സമീപ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. ഒട്ടേറെ ചെറുപ്പക്കാർ, നല്ല ചെറുപ്പക്കാർ, വിശേഷം ഈ മധ്യ കേരളം തൊട്ട് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോഴും വിശേഷം മധ്യ കേരളത്തിലേക്ക് വളരെ നല്ല കോൺഗ്രസ് പ്രവർത്തകർ, വളരെ താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന സ്വഭാവശുദ്ധിയുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് നല്ല സൽപ്പേരുള്ള ഒരുപാട് യുവാക്കൾ പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നതാണ്. പക്ഷേ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എങ്കിലും ഇപ്രാവശ്യം ഈ വി.ഡി. സതീശൻ ഈ 50%-നകത്ത് യുവാക്കളും സ്ത്രീകളും എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു പാളിച്ച പറ്റിയത്, പാളിച്ചല്ല, അദ്ദേഹത്തിന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എത്ര ശതമാനം സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞില്ല. അതെ, ഇപ്പൊ യുവാക്കൾ ഇപ്പോൾ ഉദാഹരണത്തിന് 50% യുവാക്കൾ കൊടുക്കും, 48-49% യുവാക്കൾ യുവാക്കന്മാർക്ക് കൊടുത്തിട്ട് 1% യുവതികളായാലും മതി. മറിച്ച് ഈ 50%-നകത്ത് 50% യുവാക്കൾക്കും സ്ത്രീകൾക്കും യുവാക്കളെയും സ്ത്രീകളെയും മത്സരിപ്പിക്കും എന്ന് പറയുന്നതിന്റെ കൂട്ടത്തില് കുറഞ്ഞതൊരു 20% അതിൽ യുവതികളായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെ നല്ലൊരു പ്രസ്താവനയായിരുന്നു. അതല്ലാത്ത പക്ഷത്തിൽ ഇതൊരു ആ പ്രസ്താവനയ്ക്കകത്തൊരു വലിയൊരു കഴമ്പുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം 50% എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി എത്ര പ്രായമുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും 80-85 വയസ്സുള്ളവർ, ഇപ്പൊ ഹർഷ പറഞ്ഞതുപോലെ 80-85 വയസ്സുള്ളവരൊക്കെ ഇങ്ങനെ ഈ നല്ല സ്റ്റാർച്ചൊക്കെ ഇട്ട് തമിഴ്നാട് സുഹൃത്തുക്കളെ കൊണ്ട് തേച്ച് ഉറപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് കുപ്പായങ്ങൾ. അപ്പൊ അതുകൊണ്ട് എത്ര പ്രായം മുതിർന്ന നേതാക്കൾ മത്സരിച്ചു കഴിഞ്ഞാൽ പോലും ഈ 50%-നകത്ത് താഴെ യുവാക്കൾക്ക് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ തന്നെ ഉണ്ടാവും. ഒരു 40-കളിലും 50-കളിലും ഒക്കെ ഉള്ള അല്ലെങ്കിൽ നേതാക്കന്മാർ ഇഷ്ടം പോലെ കഴിഞ്ഞ തവണ മത്സരത്തിലുണ്ടായിരുന്നു, ഇപ്രാവശ്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു സ്ത്രീകൾക്ക് ഒരു 20%-എങ്കിലും, കാരണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രാതിനിധ്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ മാറുന്ന കാലഘട്ടത്തിൽ, കാരണം അവർക്ക് ഇതേപോലെ ഈ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങി വന്നൊരു കാലം മനുഷ്യചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ ഇതുവരെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ യുഗം വരെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബലിഷ്ഠമായ ഈ എന്താ പറയുക, പേശിബലമുള്ളവർക്ക് എടുത്ത് പൊക്കാൻ പറ്റുന്ന ആയുധങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട ലോകമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല അവസ്ഥ. ഇന്നിപ്പം ഒരു മനസ്സിന്റെ ഒരു വിരൽ സ്പർശം മതി, അല്ലേ? ആ വിരൽ സ്പർശത്തിലൂടെ ഏത് പ്രക്രിയയും ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധം കയ്യിൽ വന്നതോടുകൂടിയാണ് ഈ സ്ത്രീകൾ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും അവർ ജോലി ചെയ്യുകയും അവർ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% സ്ത്രീകളല്ലേ, 50%-ലേറെ സ്ത്രീകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീകളുടെ ഒരു മുന്നേറ്റം നന്നായിട്ട് വന്നിട്ടുണ്ട് സാധനം. അവർ പൂർണ്ണമായിട്ട് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ടേ സംഭവിക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്രക്രിയ നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ കൈകളിലേക്കും കൂടെ ഈ സംസ്ഥാന ഭരണം എത്തേണ്ട അടിയന്തരമായ ഒരു ഘട്ടമാണ്. അപ്പം അത്തരം ഒരു നിർണായക ഘട്ടമാണ്. അപ്പം പക്ഷേ ആ ഒരു സമീപനം നമുക്ക് CPM-ൽ നിന്ന് തീരെ ഉണ്ടാവുന്നില്ല. കോൺഗ്രസിനകത്തു നിന്നും ഈ പറഞ്ഞതുപോലെ നമുക്കത് കാര്യമായിട്ട്
ഈ വി ഡി സതീശന്റെ നിലപാട് ഈ പറഞ്ഞതുപോലെ 20% കുറഞ്ഞത് സ്ത്രീകൾക്ക് ഞങ്ങൾ പ്രാതിനിധ്യം കൊടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ശ്ലാഘനീയവുമായിരുന്നു. മറിച്ച് ഈ 50% യുവാക്കളും സ്ത്രീകളും എന്നുള്ളൊരു ഒഴുക്കൻ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതിനകത്തൊരു വലിയൊരു സംഗതി ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും അതൊരു നല്ല കാര്യം തന്നെയാണ്. 50% യുവാക്കളും യുവതലമുറയും അതോടൊപ്പം തന്നെ 50% മുതിർന്നവരുമാണെന്നുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. കാര്യം അനുഭവ സമ്പത്തുള്ളവരുടെ ഒരു വിഭാഗം മുതിർന്നവരും അതോടൊപ്പം തന്നെ ഊർജ്ജസ്വലരായിട്ടുള്ള പ്രവർത്തിക്കാൻ നല്ല ഊർജ്ജമുള്ള ഒരു യുവനിരയും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കോമ്പിനേഷൻ തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതെ. അപ്പോ ഇങ്ങനെ യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വിമർശനം ഉണ്ടായിരുന്നത് പുതുമുഖങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നതിൽ വളരെ ചുരുക്കം പേർ മാത്രമാണ് വിജയിച്ചു കയറിയത്, ബാക്കി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അപ്പോൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഇടങ്ങളിൽ മാത്രം യുവാക്കളെ അല്ലെങ്കിൽ ഈ പറയുന്ന പുതുമുഖങ്ങളെയോ യുവാക്കളെയോ മുൻനിർത്തിക്കൊണ്ട് അല്ലാത്ത ഇടങ്ങളിൽ വിജയം ഉറപ്പിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കന്മാരെ നിർത്താൻ പോകുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് കോൺഗ്രസിന്റെ നീക്കവും തന്ത്രവും എന്നാണ് ചില കോണുകളിൽ നിന്നുള്ള വിമർശനം എന്ന് പറയുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് വി ഡി സതീശനായിരിക്കും. അതെ. കാരണം അദ്ദേഹത്തിന്റെ ജാഥ മലപ്പുറത്ത് LDFന്റെ ജാഥ 3 പേരാണ് നയിക്കുന്നത്. ഒന്ന് MP ഗോവിന്ദൻ, പിന്നൊന്ന് പിണറായി വിജയൻ, പിന്നൊന്ന് ജോസ് കെ മാണി. ഈ ഒരു 3 പേരാണ് ഘടകകക്ഷികൾ ആയിട്ടാണ് നയിക്കുന്നത്. പക്ഷേ UDFന്റെ ജാഥ നയിക്കുന്നത് വി ഡി സതീശനാണ്, വടക്ക് നിന്ന് തെക്ക് വരെയുള്ളത്. പിന്നെ ഈ ഇലക്ഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും അത് വളരെ വിദഗ്ധമായിട്ട് ഉള്ള ഒരു മികവാണ് വി ഡി സതീശനിലൂടെ നമ്മൾ കാണുന്നത്. അത് ഇതുവരെ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ കാണാത്ത ഈ തന്ത്രങ്ങളും ചില കുതന്ത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ല ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തയ്യാറാക്കി ആ സ്ട്രാറ്റജിക്ക് ഒരു പൂർണ്ണവും വ്യക്തമായ രൂപം കൊടുത്ത് അത് മുൻകൂട്ടി തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നൊരു സമീപനം അത് വി ഡി സതീശൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വി ഡി സതീശനും ആ ഒരു ടീം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ വി ഡി സതീശൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മോഡ്യൂൾ ഇന്ന് കോൺഗ്രസിനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ പോകുന്നത് ഒരു സംശയം വേണ്ട, ഏത് രീതിയിലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാര കൈമാറ്റം അല്ലെങ്കിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ള മുഖ്യ ലക്ഷ്യമായിരിക്കും. ഈ തമ്മിലടിയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിനകത്ത് നടക്കാൻ പോവുക. അപ്പോൾ അതിനകത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ചെയ്യാൻ പോകുന്നൊരു സംഗതി ഞാൻ കരുതുന്നത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മണ്ഡലങ്ങളിൽ നിശ്ചയിക്കുക എന്നുള്ളതായിരിക്കും. തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മറ്റ് ഘടകകക്ഷികളുമായിട്ട് സ്ഥാനാർത്ഥികളെ വെച്ചുമാറി പരീക്ഷണം നടത്തുക. അപ്പോൾ തോൽക്കും എന്നുറപ്പുള്ള സ്ഥലങ്ങളിൽ പോലും എങ്ങനെ UDFന് ജയിച്ചു കയറാം എന്നുള്ളൊരു തന്ത്രവും കൂടെ ഇപ്രാവശ്യം ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പിന്നിലൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ അത് വി ഡി സതീശന്റെ ഒരു സ്ട്രാറ്റജിയാണ് സാധനം. അപ്പോൾ ആ സ്ട്രാറ്റജി അത് നിഷേധിക്കാൻ പറ്റാത്ത പ്രയാസമായിരിക്കും. മാത്രമല്ല ഹൈക്കമാൻഡിന്റെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടാവും. അപ്പോൾ നിലവിൽ ഇപ്പം വി ഡി സതീശൻ്റെതായ ഒരു കോട്ട സൃഷ്ടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതില്ലാതെ വി ഡി സതീശന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഈ പലരും ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാകാനായിട്ടും ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെയൊക്കെ തടയിട്ടുകൊണ്ട് തന്നെയാണ് സതീശന് മുമ്പോട്ട് പോകുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിലും ചില ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക ഒരു തുറുപ്പ് ചീട്ട് അല്ലെങ്കിൽ ഈ ഒരു അംഗസംഖ്യ ഉറപ്പാക്കത്തക്ക രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയം ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്നത് വി ഡി സതീശനായിരിക്കും, മുമ്പിൽ നിന്ന് നയിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയുടെ സിംഗിൾ പോയിന്റ് സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു മികച്ച നേട്ടം ഉണ്ടാക്കി വരും. ഇപ്പം കെ മുരളീധരനെ ചുമതലയേൽപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പം ശബരിനാഥൻ രംഗത്തിറക്കുന്നത് പിന്നെ UDF തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇറക്കിയിരിക്കുന്നത്. മറിച്ച് കോൺഗ്രസിന്റെ സാന്നിധ്യം തലസ്ഥാന നിലയിൽ അറിയിക്കുക എന്നുള്ളതാണ്. അതും ശക്തമായ പോരാട്ടം നടക്കുന്ന സമയത്ത് BJP വളരെ ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇറക്കുകയും അവിടെ ശക്തമായ പ്രതിപക്ഷമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ എറണാകുളത്ത്
VD സതീശൻ തന്നെയായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്, അതെ. ഇല്ലേ? അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരുത്തരും നേതൃത്വം കൊടുത്ത് സ്ട്രാറ്റജി തയ്യാറാക്കി അത് വളരെ നല്ല വിജയം കാണുകയും ചെയ്തു. അപ്പം ഈ രീതിയിലൊരു സ്ട്രാറ്റജി കോൺഗ്രസ് തയ്യാറാക്കുന്നുണ്ട്. അത് VD സതീശൻ്റെ ടീം കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, അതല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിനിടയ്ക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. അത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൽ പറയുന്നത് പോലെ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയും അവസാനം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ഈ അടിയും പിടിയായിരിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അടിയും പിടിയും ഉണ്ടാവും. അതാണ് കോൺഗ്രസ്. റിസൾട്ട് വന്നു കഴിഞ്ഞാലും മഹാ അടിയും പിടിയായിരിക്കും, സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അവിടെയൊക്കെയാണ് നമുക്കിനി ഒരു കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അയഞ്ഞ സ്വഭാവം, അതേപോലെ ഭരണത്തിനൊരു ഏകോപനമില്ലായ്മ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിക്കൂടായില്ല. ഇപ്പം ഘടകകക്ഷികളുടെ ആധിപത്യ സ്വഭാവം. ഇപ്പൊ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇപ്പൊ അഞ്ച് മന്ത്രിമാരെ ലീഗിന് വേണമെന്ന് പറഞ്ഞു, 5-ാം മന്ത്രിസഭ അവർ പിടിച്ചു വാങ്ങി. അപ്പൊ ഈ രീതിയിലൊക്കെ ഉള്ള സംഗതികളുടെ ചരിത്രം ഇവിടെ കിടപ്പുണ്ട് സംഗതി. അപ്പൊ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാനേ പറ്റത്തുള്ളൂ. പക്ഷെ എങ്കിലും തെരഞ്ഞെടുപ്പിന്റെ അവസാന തീയതി വരെ തമ്മിലടി ഉണ്ടാവും. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ചിലപ്പോൾ കാലുവാരലൊക്കെ ഉണ്ടായിക്കൂടായില്ല, ഇല്ലേ? അതൊക്കെ ഇനി നമുക്ക് കണ്ടറിയണം. അതുപോലെ തന്നെ ഇതിന്റെ സംഘടനാ ശേഷി വളരെ ദുർബലമാണ്. ഇപ്പൊ ജനം വിചാരിച്ചതുകൊണ്ടാണ്, ജനം രോഷം കൊണ്ടാണ് ഇപ്പൊ UDF ഈ ഒരു നേട്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഈ തദ്ദേശ സ്വയംഭരണയിൽ തെരഞ്ഞെടുപ്പിൽ കാണിച്ച രോഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാര്യം ഒരടി അടിച്ചു കഴിഞ്ഞു. ആദ്യത്തെ അടിയിലുണ്ടാവുന്ന വീര്യം രണ്ടാമത്തെ അടിക്ക് ഉണ്ടാവണമെന്നില്ല, അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നൊരു വളരെ വ്യക്തമായൊരു സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ട് ആ സ്ട്രാറ്റജി VD സതീശൻ തന്നെ നേതൃത്വം നൽകി അത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള അടികൾ പലതുണ്ടാവും. പക്ഷേ എങ്കിലും ഇതായിരിക്കും നടപ്പിലാക്കാൻ പോവുക എന്ന് എനിക്ക് തോന്നുന്നു.